ഹായ് ഹലോ നമസ്കാരം. നമ്മൾ LPUP സീരീസിലെ 5ാമത്തെ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് 2 ക്ലാസ് വാതകത്തിൻ്റെ പ്രത്യേകതയാണെങ്കിൽ 3ാമത്തെ ക്ലാസ്സിൽ ബോയിൽ നിയമം, 4ാമത്തെ ക്ലാസ്സിൽ ചാൾസ് നിയമം, 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ 2 നിയമം സെറ്റായിട്ട് പഠിക്കും. അതാണ് 1 ഗേ-ലൂസാക്ക് നിയമം, 2 അവഗാഡ്രോ നിയമം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ 4 ക്ലാസ് കണ്ടിട്ട് വേണം 5ാമത്തെ ക്ലാസ് എന്ത് ചെയ്യാൻ, കാണാൻ. ഓക്കെ, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഗേ-ലൂസാക്ക് നിയമം ഞാൻ പറഞ്ഞതാണ്. PT ഉഷയ്ക്ക് ലൂസായി അല്ലേ? പ്രഷർ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഗേ-ലൂസാക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. ബോയിൽ നിയമത്തിനകത്ത് മർദ്ദമാണ് സ്ഥിരം. ചാൾസ് നിയമത്തിനകത്ത് ബോയിൽ നിയമത്തിനകത്ത് എന്താണ്? താപനില സ്ഥിരം. ചാൾസ് നിയമത്തിനകത്ത് എന്താണ്? മർദ്ദം സ്ഥിരം അല്ലേ? ഗേ-ലൂസാക്ക് നിയമത്തിനകത്ത് വ്യാപ്തം സ്ഥിരം. പഠിച്ചോ? വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ മർദ്ദം കൂടിയാൽ താപനില കൂടും, വ്യാപ്തം സ്ഥിരമായിരിക്കും. വ്യാപ്തം മാത്രമല്ല മക്കളെ, ഒരു നിശ്ചിത മാസം എന്ന് പറയുന്നുണ്ട്. ഇവിടെ മാസും തന്മാത്രയുടെ എണ്ണവും എന്താണ്? സ്ഥിരമാണ്. ക്ലിയർ? അപ്പം എന്താ ഗേ-ലൂസാക്ക് നിയമം? വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് എന്തിനായിരിക്കും മക്കളെ? മർദ്ദം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് എന്തായിരിക്കും? നേരനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ മർദ്ദം കൂടുമ്പോൾ താപനില കൂടും അല്ലേ? നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റണം, ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പം എങ്ങനെ വരും മക്കളെ? ആ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് K ആണ്. അപ്പം എന്താ? P=K × T എന്ന് വരും. P=K × T എന്ന് വരും. ഈ T അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? P/T = K എന്ന് വരും. എന്ന് വെച്ചാൽ P1/T1 = P2/T2 എന്ന് വരും. P1/T1 = P2/T2 എന്ന് വരും. ഈ ഇക്വേഷൻ പഠിച്ചോണം. അപ്പം എന്താണ് ഗേ-ലൂസാക്ക് നിയമം? വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതമായിരിക്കും. ഇതിന് എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം. ഓക്കെ, നമുക്കറിയാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ അറിയാമല്ലോ. നമുക്കറിയാം. ഇപ്പോൾ 5 ലിറ്റർ വോളിയമുള്ള ഒരു പ്രഷർ കുക്കർ ഞാൻ എടുക്കുന്നു. ആ പ്രഷർ കുക്കറിൻ്റെ അടിഭാഗത്ത് ഞാൻ താപനില കൊടുക്കുന്നു. താപനില കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു മക്കളെ? താപനില കൂടുമ്പോൾ പ്രഷർ കൂടുന്നു. കാരണം ആ കുക്കർ ഫിസിലടിക്കത്തില്ലേ? ഓക്കെ അല്ലേ? പ്രഷർ കൂടുന്നു. താപനില കൂടുമ്പോൾ പ്രഷർ കൂടുന്നു. പക്ഷേ വോളിയത്തിൽ ഒരു മാറ്റവുമില്ല. ഓക്കെ, കാരണം 5 ലിറ്ററിൻ്റെ കുക്കർ ചൂടാക്കുന്നതിൻ്റെ ഫലമായി 10 ലിറ്റർ ആകുമോ? ഇല്ല. അതിൻ്റെ അകത്ത് വെള്ളത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ആ കുക്കറിൻ്റെ അളവിന് മാറ്റം ഉണ്ടാകത്തില്ല. കുക്കറിൻ്റെ അളവിന് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ലേ? ഇതാണെന്ത്? ഗേ-ലൂസാക്ക് നിയമം എന്ന് പറയുന്നത്. വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? മർദ്ദം കൂടുമ്പോൾ താപനില കൂടും. ഓക്കെ, കാരണം പ്രഷർ കുക്കർ നമ്മൾ ചൂടാക്കുമ്പോൾ ഫിസിലടിക്കുന്നു. താപനില കൂടുമ്പോൾ മർദ്ദം കൂടുന്നു. വ്യാപ്തത്തിൽ മാറ്റം ഉണ്ടാകത്തില്ല. 5 ലിറ്റർ എന്ന കുക്കർ അതിൻ്റെ വ്യാപ്തം കുറയുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അളവ് കുറയുന്നുണ്ടോ? ഇല്ല. ആ കുക്കർ ചുരുങ്ങുന്നോ, കുക്കർ വികസിക്കുന്നോ ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം. ഇതാണ് ഗേ-ലൂസാക്ക് നിയമം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്രഷർ കുക്കറാണ്. അതിൻ്റെ ഗ്രാഫാണ് മക്കളെ. ബോയിൽ നിയമത്തിൻ്റെ ഗ്രാഫ് ഐസോത്തേം, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ചാൾസ് നിയമം ഐസോബാർ, പ്രഷർ കോൺസ്റ്റൻറ്റ്. എന്നാൽ ഗേ-ലൂസാക്ക് നിയമം എന്ന് ചോദിച്ചാൽ ഗേ-ലൂസാക്ക് നിയമത്തിൻ്റെ ഗ്രാഫാണ് ഐസോകോർ വ്യാപ്തം സ്ഥിരം, ഐസോത്തേം താപനില സ്ഥിരം ബോയിൽ, ഐസോബാർ പ്രഷർ സ്ഥിരം, മർദ്ദം സ്ഥിരം ചാൾസ്.
എന്നാൽ ഗേ-ലൂസാക്ക് നിയമത്തിൻ്റെ ഗ്രാഫ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഐസോകോർ. കണ്ടോ നോക്കി, ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷറും കൂടുന്നു. ക്ലിയർ. ഇനി ലാസ്റ്റ് ലോയിലേക്ക് നമുക്ക് കിടക്കാം, അവഗാഡ്രോസ് ലോ. ഞാൻ ചോദിക്കട്ടെ, ബോയിൽ നിയമം എന്താണ് സ്ഥിരം? പറ. ബോയിൽ നിയമത്തിൻ്റെ അകത്ത് നമുക്കറിയാം, ഓക്കെ, താപനില സ്ഥിരം. ചാൾസ് നിയമം മർദ്ദം സ്ഥിരം. ഗേ-ലൂസാക്ക് നിയമം വ്യാപ്തം സ്ഥിരം. എന്നാൽ അവഗാഡ്രോ നിയമത്തിനകത്ത് സ്ഥിരം മർദ്ദവും താപനിലയും സ്ഥിരമാണ്. പറഞ്ഞു, മർദ്ദം, താപനില എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതമായിരിക്കും. തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇവിടെ ഒരു നിശ്ചിത മാസം എന്ന് പറയരുത്. ഇവിടെ മാസ് സ്ഥിരമല്ല. കാരണം തന്മാത്രകളുടെ എണ്ണം മാറിയാൽ മാസും മാറുമടേ. അതുകൊണ്ട് ഒരു നിശ്ചിത മാസം എന്ന് പറയരുത്. ആ താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രയുടെ എണ്ണത്തിന് നേരനുപാതമായിരിക്കും എന്ന് വെച്ചാൽ പഠിച്ചോ, V പ്രപ്പോർഷണൽ ടു N ആണ്. N കൂടുമ്പോൾ V കൂടുന്നു. ഓക്കെ, പ്രഷറും എന്താണ്? ടെമ്പറേച്ചറും കോൺസ്റ്റന്റ്. ഈ ചിഹ്നം മാറ്റണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താ? V = K × N. V/N സമം K. V1/N1 = V2/N2 എന്ന് വരും. ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? ഇതാണ് എന്ത്? അവഗാഡ്രോ നിയമം. മക്കളെ, ഒരു ഡെഫിനേഷനും കൂടെ അവഗാഡ്രോ നിയമത്തിനുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ 3 ബീക്കറിൽ ഒരേ വ്യാപ്തമുള്ള 3 ബീക്കർ ഞാൻ എടുത്തു. കാണുമ്പോൾ വ്യത്യാസ വ്യാപ്തമൊക്കെ തോന്നും. ഒരേ വ്യാപ്തമുള്ള ഞാൻ 3 ബീക്കർ എടുത്തു. ഒരേ വ്യാപ്തമുള്ള 3 ബീക്കർ. ഈ 3ൻ്റെയും വ്യാപ്തം എന്താണ്? 5 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. 5 ലിറ്ററാണ് 3 ബീക്കറിൻ്റെ വ്യാപ്തം. ഒന്നാമത്തെ ബീക്കറിൽ ഞാൻ ഹൈഡ്രജൻ, എന്താണ്? ഹൈഡ്രജൻ. രണ്ടാമത്തെ ബീക്കറിൽ നൈട്രജൻ, മൂന്നാമത്തെ ബീക്കറിൽ ഓക്സിജൻ എടുത്തെന്ന് വിചാരിക്കുക. ഇത് മൊത്തം ഈ പറയുന്ന ഈ ബീക്കർ ഓക്കെ അല്ലേ? ഈ ബീക്കർ എല്ലാം ഞാനൊരു 300 കെൽവിൻ താപനില ഞാൻ സെറ്റ് ചെയ്തു. എത്ര? 300 കെൽവിൻ. 3ൻ്റെ താപനില സെയിം ആണ്. മർദ്ദം ഒരു 10 ATM മർദ്ദവും ഞാൻ ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 3ലും അടങ്ങിയ തന്മാത്രകളുടെ എണ്ണം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ 10 മോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇവിടെ 10 മോൾ എന്ത് കാണും? നൈട്രജൻ കാണും. ഇവിടെ 10 മോൾ ഓക്സിജൻ കാണും അല്ലേ? അപ്പൊ എന്താണ്? താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഈക്വൽ വോളിയമുള്ള എല്ലാ വാതകത്തിൻ്റെ അകത്തെയും തന്മാത്രയുടെ എണ്ണം എന്തായിരിക്കും? സ്ഥിരമായിരിക്കുമെന്നൊരു ഡെഫിനിഷനും കൂടെ ഏത് നിയമത്തിലുണ്ട്? അവഗാഡ്രോ നിയമത്തിലുണ്ട്. നമുക്കൊന്ന് വായിക്കാം. നോക്കിയാൽ മക്കളെ, ഒന്ന് വായിച്ചു. സ്ഥിര താപനിലയിലും മർദ്ദത്തിലും, ഒന്ന് വായിച്ചേ. സ്ഥിര താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തമെടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിൻ്റെയും തന്മാത്രയുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? സ്ഥിര താപനിലയിലും മർദ്ദം ഞാൻ പറഞ്ഞു. 3 ബീക്കർ എടുത്തു. 3 ബീക്കറിൻ്റെയും വ്യാപ്തം 5 ലിറ്റർ ആണ്. താപനില 300 കെൽവിനാണ്. ടെമ്പറേച്ചർ 10 ATM ആണെങ്കിൽ 3ൻ്റെ അകത്തെയും തന്മാത്രയുടെ എണ്ണം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഓക്കെ അല്ലേ? അതാണ് ഏത് നിയമം? അവഗാഡ്രോ നിയമം അല്ലേ? വാതകങ്ങളുടെ കണികകളുടെ എണ്ണം, തന്മാത്രയുടെ എണ്ണവും അതിൻ്റെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമമാണ് എന്ത്? അവഗാഡ്രോ നിയമം. ഓക്കെ, ഇനി നോക്കിയേ മക്കളെ, ശ്രദ്ധിച്ചിരിക്കാം. കണ്ട, താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രയുടെ എണ്ണത്തിന് നേരനുപാതമായിരിക്കും. ഇതാണ് അവഗാഡ്രോ നിയമം. V പ്രപ്പോർഷണൽ ടു N എന്ന് വരും. N തന്മാത്രയുടെ എണ്ണം അല്ലെങ്കിൽ കണികകളുടെ എണ്ണമാണ്. ക്ലിയർ?
മനസ്സിലായി. ഉദാഹരണം നമുക്കറിയാം മക്കളെ. ഉദാഹരണം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ? ഒന്ന് ബലൂൺ ഊതി വീർപ്പിക്കുക. ബലൂണില്ലേ, ബലൂൺ എന്താണ്? ഊതി വീർപ്പിക്കുക. ബലൂൺ ഊതി വീർപ്പിക്കുക. ഫുട്ബോളിൽ വായു നിറയ്ക്കൽ. ഫുട്ബോളിൽ എന്താണ്? വായു നിറയ്ക്കൽ. ഓക്കെ അല്ലേ? നോക്കിയേ, ടയറിൽ കാറ്റ് നിറയ്ക്കൽ. കാരണം കാറ്റ് എന്ന് വെച്ചാൽ തന്മാത്രയ. കാറ്റ് നിറയ്ക്കുമ്പോൾ ടയറിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ബലൂൺ കണ്ട ഞാൻ പറഞ്ഞേ, ഫുട്ബോളിൽ കാറ്റ് നിറയ്ക്കുക. കാറ്റ് നിറയ്ക്കുമ്പോൾ ഫുട്ബോളിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? ഇതൊക്കെ ഏത് നിയമമാണ് മക്കളെ? ഈ ഏത് നിയമമാണ്? അതാണെന്ത്? അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമത്തിൻ്റെ ഗ്രാഫിന് പ്രത്യേകിച്ച് പേരൊന്നും അറിയപ്പെടുന്നില്ല. ഓക്കെ, അവഗാഡ്രോ നിയമത്തിൻ്റെ ഗ്രാഫിന് പ്രത്യേകിച്ച് എന്തില്ല? പേരൊന്നുമില്ല. നോക്കി, ഇവിടെ വ്യാപ്തം, ഇവിടെ തന്മാത്രയുടെ എണ്ണം അല്ലേ? അല്ലെങ്കിൽ തിരിച്ചും കൊടുക്കാം. ഇവിടെ തന്മാത്രയുടെ എണ്ണം, ഇവിടെ തന്മാത്രകളുടെ എണ്ണം, ഇവിടെ എന്താണ്? വ്യാപ്തമാണ് അല്ലേ? തന്മാത്രയുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു അല്ലേ? അതാണ് ഈ പറയുന്നത്. ഇവിടെ കണ്ട എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, തന്മാത്ര എണ്ണം, ഇവിടെ വോളിയം. തന്മാത്ര എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഏത് നിയമം? അവഗാഡ്രോ നിയമം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 4 നിയമം നമ്മൾ പക്കയായിട്ട് പഠിച്ചു. അതിനകത്ത് 1ഉം 2ഉം ക്ലിയർ ആയിട്ട് പഠിച്ചു. ഈ 1ഉം 2നെ പ്രോബ്ലമാണ് കൂടുതലായിട്ട് നമ്മൾ SCERT ഈ NCERT ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ആ 2 എണ്ണം വ്യക്തമായി പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പം 1 ബോയിൽ നിയമം, പാവം ബോയിൽ. 2 ചാൾസിൻ്റെ TV. 3 PT ഉഷയ്ക്ക് ലൂസായി. 4 അവഗാഡ്രോ വീണു. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും കമ്പയർഡ് ഗ്യാസ് ഇക്വേഷനുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പക്കയായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.